ഹേ ഗൈസ്, ഈ ഒരു അനിമെ മൂവി കാണണം എന്ന് കുറേ കാലങ്ങളായിട്ട് വിചാരിക്കുന്നു. എൻ്റെ വിഷ് ലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിരുന്നൊരു സിനിമയാണ്. പക്ഷേ ഇത് കാണാനായിട്ട് പറ്റിയില്ല. ഇപ്പോഴാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പം എന്തുകൊണ്ട് ഇത്രയും കാലം ഞാൻ ഈ ഒരു സിനിമ കണ്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഈ ഒരു സിനിമ ഇനിയും റീവാച്ച് ചെയ്യാം, ഇത്ര വട്ടം വേണമെങ്കിലും ഇനിയും റീവാച്ച് ചെയ്യാം എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നുന്നത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് കഥ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ് എ സൈലൻറ്റ് വോയിസ് എന്ന് പറയുന്നത്. വളരെ വളരെ ഫീലിംഗ് അല്ലെങ്കിൽ ഹാർട്ട് ടച്ചിങ് ആയിട്ട് കാണുന്ന ചില സിനിമകളുണ്ടല്ലോ, അങ്ങനെ നമ്മളെ വളരെ ചുരുക്കം സിനിമകളാണ് നമുക്ക് ഇനിയും കാണണം, എത്ര കണ്ടാലും നമുക്ക് മടുക്കില്ല എന്നുള്ളൊരു ഫീലിംഗ് തരുന്നത്. അങ്ങനെയുള്ള സിനിമകളുടെ കൂട്ടത്തിൽ വെക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. ഒരു റൊമാൻസ് ഡ്രാമയാണ് ഈ ഒരു സിനിമ. പക്ഷേ റൊമാൻസ് ഡ്രാമയ്ക്ക് അപ്പുറമൊക്കെ പറയുന്ന കുറേ ഡീപ്പ് തോട്ടുകൾ ഈ ഒരു സിനിമയ്ക്കുണ്ട് എന്നുള്ളതാണ്. ഒരു 2 ടീനേജ് സ്റ്റുഡൻസിൻ്റെ സ്റ്റോറിയാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഷോയ ഇഷിഡയും ഷോക്കോ നിഷിമിയയും. ഇവരുടെ 2 പേരുടെയും ലൈഫിൽ ഇവരുടെ ചൈൽഡ്ഹുഡ് ആയിരുന്നപ്പം നടന്ന കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന, പിന്നീട് ഇവർക്ക് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ. ഈ ഷോയ ഇഷിഡ എന്ന് പറയുന്ന ആൺകുട്ടി, അവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ്റെ അതേ ക്ലാസ്സിൽ ഒരു ഡെഫായിട്ടുള്ള പെൺകുട്ടി പഠിക്കാനായിട്ട് വരുന്നു, ഷോക്കോ നിഷിമിയ. അപ്പോൾ ഇതൊരു ബുള്ളിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഷോയയുടേത്. അപ്പം ഷോയ ഭയങ്കര ബുള്ളിയാണ്. അപ്പം ഈവൻ നമുക്കറിയാം, കൊച്ചു കുട്ടികളാണ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പം ഡെഫായിട്ടുള്ളൊരു കുട്ടി വരുന്നു. അങ്ങനെ ഈ കുട്ടിയെ ഇവൻ ബുള്ളി ചെയ്യുകയാണ്. അപ്പം ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു. അവസാനം ഈ ഒരു കുട്ടി ഈ സ്കൂളിൽ നിന്നിട്ട് ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നു. അതിനുശേഷം ഇവൻ്റെ ലൈഫിൽ, അതായത് ഇവൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇവനെ അവോയ്ഡ് ചെയ്യുന്നു. ഇവൻ കാരണമാണ് ഈ കുട്ടിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത്. അങ്ങനെ ഇവൻ ഒറ്റപ്പെട്ടു പോകുന്നതും. ഈ ഒരു സിനിമ തുടങ്ങുന്നത് ഷോയ ഒരു ബ്രിഡ്ജിൻ്റെ മണ്ടയ്ക്ക് നിന്നിട്ട് സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള അറ്റംപ്റ്റ് നടത്തുന്നതാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഈ ഒരു സിനിമ ഒരു ഹാപ്പി മൂഡിലായിരിക്കില്ല പോകുന്നതെന്നുള്ളത്. അതങ്ങനെയല്ല സിനിമ പോയി തുടങ്ങിയത്. ഇവൻ ആദ്യത്തെ ഒരു 20-25 മിനിറ്റ് നമുക്ക് ഷോക്കയോട് ഭയങ്കരമായിട്ട്, അതായത് ഒരു ഡെഫ് കുട്ടിയാണ്, ആ ഒരു പെൺകുട്ടിയോട് ഇവർ കാണിക്കുന്ന, ഈ ഒരു ക്ലാസ്സിലെ കുട്ടികൾ കാണിക്കുന്ന ആ ഒരു ബുള്ളിങ് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീലാവും. അതിനുശേഷം ഈ ഷോയ പിന്നീട് അനുഭവിക്കുന്നത്, അതായത് ഈ ഒരു കുട്ടി ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞിട്ട് പിന്നീട് ഇവൻ ഹൈസ്കൂൾ ആവുന്നിടം വരെ, എലമെൻ്ററി സ്കൂളിൽ നടക്കുന്ന സംഭവമാണ്, പിന്നെ ഇവർ ഹൈസ്കൂളൊക്കെ ആവുന്ന സമയം വരെ ഇവൻ അനുഭവിക്കുന്നത്, അതായത് അത്രയും നാൾ ഫ്രണ്ട്സിനോട് ഹാപ്പി ആയിട്ട് ഈ ബുള്ളിയൊക്കെ ചെയ്ത് നടന്ന പയ്യൻ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകുന്നു. ഇവൻ എല്ലാവരെയും ഇവൻ്റെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് കളയുന്നു. ഇവൻ കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ ഇവൻ ആരോടും മിണ്ടാതെ ഇവനോട് തന്നെ ഇവൻ ഹേറ്റ് ചെയ്തിട്ട് ഇവൻ സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ സൂയിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവൻ ഷോക്കോയുടെ അടുത്ത് ചെന്നിട്ട് ഒരു സോറി പറയാനായിട്ട് ചെല്ലുന്നു. ഷോക്കോ പഠിക്കുന്ന സ്കൂളിൽ ചെല്ലുന്നതും, അത് കഴിഞ്ഞിട്ട് ഷോക്കോയുമായിട്ട് ഇവൻ ഫ്രണ്ട്ഷിപ്പ് ആവുന്നതും, പിന്നീട് ഇവരുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ നമുക്ക് ഓരോ സീൻ കാണുമ്പോഴും നമ്മുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. നമുക്ക് കരയല്ല, പക്ഷേ നമ്മളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. ഇതിനകത്ത് ഓരോ സാധനങ്ങൾ പറയുന്നത്. ഈവൻ പെൺകുട്ടി ഡെഫാണ്, ഇവൻ സൈൻ ലാംഗ്വേജ് പഠിച്ചിട്ടാണ് ഈ കുട്ടിയെ കാണാനായിട്ട് ചെല്ലുന്നത്. ആദ്യം ഇവളെ കാണുന്ന എന്ന് വെച്ചാൽ ഒരു പാവം കുട്ടി, ഇവരെന്ത് ചെയ്താലും തിരിച്ചൊന്നും പറയാത്ത, എല്ലാം ക്ഷമിക്കുന്നൊരു കുട്ടി. അങ്ങനെ ഇവനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നെ വളരുകയും അവനോടൊരു ഇഷ്ടം ഇവൾക്ക് തോന്നുകയും, ഇവൾ ചെന്നിട്ട് അവനോട് ഇഷ്ടമാണെന്ന് പറയുന്ന സമയത്ത് ഇവള് ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സംസാരിക്കുന്ന സമയത്ത് ഇവൻ ഐ ലവ് യു എന്ന് പറയുമ്പം ഇവൻ കേൾക്കുന്നത് ഐ ലവ് യു 3 കേൾക്കുന്നത്. അങ്ങനെ പോകുന്നതും അവസാനം ഇവനിത് മനസ്സിലാക്കിയെടുക്കുന്നതും, ഒരു ടൈമൊക്കെ ആവുന്ന സമയത്ത് മൊത്തത്തിൽ സ്റ്റോറി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. ഭയങ്കര രീതിയിൽ നമുക്ക് ഒട്ടും ഇത് കണ്ടിരിക്കാൻ, അതായത് ഭയങ്കര ഫീലിംഗ് ആണ്. നമുക്ക് ഇന്നത്തെ ക്യാരക്ടേഴ്സ് ഭയങ്കരമായിട്ട് നമ്മളുമായിട്ട് കണക്റ്റ് ആവുകയും, ഇപ്പം ഷോയായാലും ഇതിനകത്ത് സൈഡ് ക്യാരക്ടേഴ്സ് ആയാലും ഓരോ ക്യാരക്ടേഴ്സ് കണക്റ്റ് ആവുകയും, ഇവനൊരു ആക്സിഡൻറ്റ് പറ്റുന്നതും ഇവൻ കോമയിലാകുന്നതും, അത് കഴിഞ്ഞിട്ട് ഷോക്കോയ്ക്ക് ഉണ്ടാകുന്ന, ഈ ഒരു ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞിട്ട് ഷോക്കോയ്ക്ക് ഉണ്ടാകുന്ന മെൻ്റൽ പ്രോബ്ലംസും, അവൾ മെൻ്റലി ഡൗൺ ആകുന്നതും, ആ ഒരു കോമയിൽ എഴുന്നേറ്റ് വരുന്നതും, അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നീട് മനസ്സിലാക്കുന്നു. ഇവൻ്റെ ഫ്രണ്ട്സ് ഇവന് വേണ്ടി കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റാണ് ഈ എ സൈലൻറ്റ് വോയിസ് എന്ന് പറയുന്നത്. പലരും പറയാറുണ്ട്, അനിമേ ഈസ് ജസ്റ്റ് ലൈക്ക് എ കാർട്ടൂൺ, വി കാൺട്ട് ഫീൽ എനിത്തിങ് ഫ്രം ഇറ്റ് എന്ന്. പക്ഷേ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്കൊന്നും ഫീൽ ആയില്ല എന്നുണ്ടെങ്കിൽ ഐ ആം ഷുവർ യു ആർ നോട്ട് ഹ്യൂമൻ. അതെനിക്ക് 100% ഷുവറാണ്. കാരണം ഈ ഒരു സിനിമ കണ്ടിട്ട് നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെന്തോ പ്രോബ്ലം കാണും. അത്രയ്ക്ക് ഈവൻ ആ ഒരു അനിമേറ്റഡ് ക്യാരക്ടേഴ്സിനുണ്ടാകുന്ന ഓരോ ഫീലിംഗ് നമുക്കും മനസ്സിലാകും. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അടിപൊളി സിനിമയാണ് എ സൈലൻറ്റ് വോയിസ്. ഇതിനെപ്പറ്റിയിട്ട് എത്ര നേരം സംസാരിച്ചാലും
ഇവൻ 1-2 മണിക്കൂർ സംസാരിക്കാൻ നമുക്ക് നിർത്താനായിട്ട് പറ്റില്ല. അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. ബാക്ക് ടു ബാക്ക് ഇരുന്ന് കാണുന്ന ഈ ഒരു സിനിമ നമുക്ക് കാണാനായിട്ട് വരും. ഇപ്പം യുവർ നെയിം പോലെ ഫേവറേറ്റ് ആയിട്ടുള്ള, സുസുമയെ പോലെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ സുസുമയും യുവർ നെയിമും ഒക്കെ വേറൊരു റേഞ്ചിൽ നിൽക്കുന്ന വേറൊരു ഫീലിംഗാണ് നമുക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിപ്രഷൻ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഇപ്പം പലരും ഡിപ്രഷനെ പറ്റിയിട്ടൊക്കെ ഡിപ്രഷൻ കോമൺ ആയിട്ടൊക്കെ പറയാറുണ്ടെങ്കിലും ഡിപ്രഷൻ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് കാണിക്കുന്നതും ഈവൻ ആ ഒരു ഡെഫ് ആയിട്ടുള്ള കുട്ടിയുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണിക്കുന്നതും അവൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് അവൾ കാരണം അവളുടെ ഫാമിലിക്ക് ഉണ്ടാകുന്നത്, സിസ്റ്ററിനുണ്ടാകുന്നത് ബുദ്ധിമുട്ടുകൾ, ഷോയൊക്കെ ഉണ്ടാകുന്നത്, ഷോയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതെങ്കിലും ഇവൾ ഷോയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വരെ ഇവൾ കാരണമാണെന്നുള്ള രീതിയിൽ ഇവളെ തന്നെ ബ്ലെയിം ചെയ്യുന്നതും അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വല്ലാണ്ടൊരു സിറ്റുവേഷനിലാവും. അതായത് നമ്മൾ ഇത്രയും കാലം നമ്മൾ കണ്ടതൊന്നും അല്ല ലൈഫ് എന്നുള്ള രീതിയിലേക്ക് പോകുന്ന ഒരിതാവും. അതേപോലെ തന്നെ നമ്മൾക്ക് ചുറ്റും നമുക്ക് ഇഷ്ടമല്ലാത്ത പലരും കാണും, പക്ഷെ അവരും നമ്മൾക്ക് ചുറ്റും ജീവിക്കുന്നവരാണ്, അവരെ നമ്മൾ വെറുതെ ഉപദ്രവിക്കരുത് എന്നുള്ള ആ ഒരു ഫീലിംഗ് കൂടി നമുക്കുണ്ടാവും. അതായത് അവരുടെ പെർസ്പെക്റ്റീവിലും പ്രശ്നങ്ങൾ കാണും. അതായത് നമ്മളെ ഒന്നും ചെയ്യാത്ത രീതിയിൽ നമ്മൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും ഒന്നും ചെയ്യരുത് എന്നുള്ള ഒരു ഉപദ്രവിക്കരുത് എന്നുള്ള ഒരു ഫീലിംഗ് കൂടി നമുക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ തോന്നും. ഇറ്റ്സ് എ വണ്ടർഫുൾ ക്രാഫ്റ്റ്. എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കണം. അനിമേറ്റഡ് ആണ് അല്ലെങ്കിൽ അനിമയാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ കാണാതിരിക്കരുത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി സിനിമയാണ് എ സൈലൻറ്റ് വോയിസ്. ഇതൊരുപാട് പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയാം. നിങ്ങൾ കണ്ടിട്ടുള്ളപ്പം നിങ്ങൾക്ക് തോന്നിയ ഒരു ഫീലിംഗ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.